അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗങ്ങളിൽ വെറും സെക്കൻഡുകൾക്കുള്ളിൽ പലതവണ വിജയം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഇറാൻ മണ്ണിൽ നിന്നുള്ള യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയും അവരുടെ സഖ്യകക്ഷിയായ ഇസ്രയേലും ചേർന്ന് നടത്തുന്ന ആക്രമണങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ അഭിമാനകരമായ പ്രതിരോധത്തിലൂടെ ഇറാൻ ലോകത്തെ അമ്പരപ്പിക്കുകയാണ്. യുദ്ധം മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ വെളുത്ത കൊടി കാണിക്കാൻ ഇറാൻ തയ്യാറല്ലെന്നത് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നു. ഫെബ്രുവരി 28-ന് തുടങ്ങിയ സംയുക്ത ആക്രമണത്തിലൂടെ ഇറാന്റെ ഉന്നത നേതൃത്വത്തെ ഇല്ലാതാക്കി രാജ്യം പിടിച്ചെടുക്കാമെന്ന അമേരിക്കൻ മോഹം പാളിയിരിക്കുകയാണ്. പരമോന്നത നേതാവ് അലി ഖമേനി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിട്ടും ഇറാനിയൻ ഭരണകൂടം തകർന്നില്ലെന്ന് മാത്രമല്ല, പുത്തൻ ഊർജ്ജത്തോടെ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ കൂടുതൽ കരുത്തുറ്റ പ്രതിരോധം തീർക്കുന്നത് ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. നേതാക്കളെ വധിച്ചാൽ രാജ്യം തകരുമെന്ന ഇസ്രയേൽ തന്ത്രം ഇവിടെ ഫലിച്ചില്ല. ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. പകരം വിദേശാധിപത്യത്തിനെതിരെ രാജ്യം ഒന്നടങ്കം അണിനിരക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭരണമാറ്റമെന്ന അമേരിക്കൻ ലക്ഷ്യം വെറും പാഴ്വാക്കായി അവശേഷിക്കുന്നു. സൈനിക മേധാവിത്വമുണ്ടെന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാന്റെ മിസൈൽ കരുത്തിനെ തളയ്ക്കാനായിട്ടില്ല. സെജ്ജിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് മേഖലയിലെ അമേരിക്കൻ ആസ്തികൾക്കും സഖ്യകക്ഷികൾക്കും ഇറാൻ കൃത്യമായ മറുപടി നൽകുന്നു. ആകാശത്ത് യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുമ്പോഴും നിലത്തുനിന്ന് ഇറാൻ നടത്തുന്ന പ്രത്യാഘാതങ്ങൾ ശത്രുവിന്റെ ഉറക്കം കെടുത്തുകയാണ്. ഹോർമുസ് കടലെടുക്ക് എന്ന ആഗോള വ്യാപാരത്തിന്റെ ജീവനനാഡി ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇറാൻ നടത്തുന്ന തന്ത്രപരമായ നീക്കം അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുകയാണ്. ഇത് വെറുമൊരു സൈനിക യുദ്ധമല്ല, മറിച്ച് ആഗോള വിപണിയെ മുട്ടുകുത്തിക്കുന്ന സാമ്പത്തിക യുദ്ധം കൂടിയാണെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇറാന്റെ മൊസൈക് പ്രതിരോധ സിദ്ധാന്തം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ചതിക്കുഴിയാണ്. നേരിട്ടുള്ള യുദ്ധത്തിൽ വിജയിക്കാനായില്ലെങ്കിലും തോൽക്കാതിരിക്കുക എന്ന തന്ത്രത്തിലൂടെ ഇറാൻ അമേരിക്കയെ ഒരു നീണ്ട യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കുകയാണ്. 6 മാസം പോയിട്ട് എത്ര കാലം വേണമെങ്കിലും പോരാടാൻ തയ്യാറാണെന്ന ഇറാന്റെ പ്രഖ്യാപനം ട്രംപിന് നൽകുന്ന വലിയ മുന്നറിയിപ്പാണ്. ഈ യുദ്ധം അമേരിക്കയെ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുത്തുകയാണ്. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന് ജർമ്മനിയെപ്പോലെയുള്ള സഖ്യകക്ഷികൾ പോലും തുറന്നു പറയുന്നത് അമേരിക്കയെ വലിയ തിരിച്ചടിയാണ്. ട്രംപിന്റെ യുദ്ധക്കൊതിയെ പിന്തുണയ്ക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാവാത്തത് ഇറാന്റെ നയതന്ത്ര വിജയമായി കണക്കാക്കാം. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇപ്പോൾ ഇറാന്റെ നിരീക്ഷണ പരിധിയിലാണ്. ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ ലോജിസ്റ്റിക് കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം എത്രത്തോളം അപകടത്തിലാണെന്ന് വ്യക്തമാക്കുന്നു. UAE നേരിടുന്ന വൻ നാശനഷ്ടങ്ങൾ ഇതിന്റെ തെളിവാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന ഇസ്രയേലിന്റെ വീരവാദം ഇപ്പോഴും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാമെങ്കിലും ഇറാന്റെ ശാസ്ത്രീയ കഴുത്തിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ആധുനിക ബോംബുകൾക്കും കഴിഞ്ഞിട്ടില്ല. ഇത് ഇറാന്റെ അതിജീവന ശേഷിയുടെ അടയാളമാണ്. യമനിലെ ഹൂത്തികളെപ്പോലെയുള്ള ഇറാനിയൻ പ്രോക്സികൾ കൂടി യുദ്ധത്തിൽ സജീവമാകുമ്പോൾ ബാബൽ മണ്ടേബ് കടലെടുക്കും അപകടത്തിലാകും. ഇത് ലോകവ്യാപാരത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കും. ഇറാന്റെ ഈ തിരശ്ചീന വർധനവ് തന്ത്രം നേരിടാൻ അമേരിക്കയ്ക്ക് പരിമിതികളുണ്ട്. ഇന്ത്യയെപ്പോലെയുള്ള വലിയ ശക്തികൾ മധ്യസ്ഥതയ്ക്കായി രംഗത്ത് വരണമെന്ന അന്താരാഷ്ട്ര ആവശ്യം ഇറാൻ ഉയർത്തിപ്പിടിക്കുന്ന നീതിയുടെ ഭാഗമാണ്. തങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കാതെയും നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാതെയും പിന്മാറില്ലെന്ന ഇറാന്റെ ഉറച്ച നിലപാട് അമേരിക്കയെ ചർച്ചാമേശയിലേക്ക് വരാൻ നിർബന്ധിതരാക്കും. ആരാണ് ജയിക്കുന്നത് എന്ന ചോദ്യത്തിന് അതിജീവിക്കുന്നവൻ എന്നാണ് ഉത്തരമെങ്കിൽ അത് ഇറാൻ തന്നെയാണ്. തങ്ങളുടെ മണ്ണിൽ വിദേശ സൈന്യത്തെ കാലുകുത്താൻ അനുവദിക്കാതെ ആകാശപ്പോരിലും പ്രോക്സി യുദ്ധത്തിലും ഇറാൻ കാട്ടുന്ന കരുത്ത് അമേരിക്കൻ അധിനിവേശത്തിന് നൽകുന്ന ശക്തമായ തിരിച്ചടിയാണ്. 13 സെക്കൻഡിൽ 5 തവണ വിജയം പ്രഖ്യാപിച്ചതുകൊണ്ട് ട്രംപിന് യുദ്ധം ജയിക്കാനാവില്ല. ചരിത്രവും ഭൂശാസ്ത്രവും ഇറാൻ അനുകൂലമാണ്. അതിജീവനമാണ് വിജയമെങ്കിൽ അമേരിക്കയുടെ വമ്പൻ ആയുധങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഇറാൻ തന്നെയാണ് ഈ പോരാട്ടത്തിലെ യഥാർത്ഥ വീരന്മാർ.